സ്റ്റോറിയാണ് അവൻ അവിടെ എടുത്ത് കാണിച്ചിട്ട് സംസാരിച്ചത്. സ്റ്റോറിയാണ് അവൻ അവിടെ എടുത്ത് കാണിച്ചിട്ട് സംസാരിച്ചത്. ഈ അതിന്റെ ക്ലബ് ആവശ്യമില്ലായിരുന്നെന്ന് ഞാൻ ഈ പറഞ്ഞുള്ളൂ. ബിസിനസ് കിട്ടണവരെ ഒന്ന് വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ അടിച്ചു കാണിച്ചില്ല. ഇയാൾക്ക് അടിക്കുന്നതല്ലല്ലോ ഇവിടുത്തെ സംസാര വിഷയം. അവനെ അടിക്കേണ്ടി ഇവിടെ ഞാൻ ഉറപ്പാണ്. ഞാൻ അവനെ അടിക്കും. അവന്റെ പിന്നെ അവന്റെ പണാധികാരം ഞാൻ ഒരു കാര്യം പറയണ്ടേ? ഓ ഞാനൊരു കാര്യം പറയട്ടെ. അടിക്കാം ഈ ഈ ഞാൻ ഒരു കാര്യം അടിക്കാം. പറഞ്ഞിട്ട് ബിസിനസ് കിട്ടി നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ് ആവട്ടെ. നമ്മുടെ കയ്യിൽ കിട്ടട്ടെ. അപ്പോഴത്തേക്ക് അവന്മാര് ഗ്യാങ് ആയിട്ടുണ്ടാവും. ഇവൻ കുറച്ച് പാട്ടും പാടി. ആരെ പറ്റിയത് പറയുന്നത്? എന്താണ് ബിലാലിനെ കുറച്ച് വ്യൂസും കിട്ടി ഇവന്റെ. മാക്ക് ബിലാലോ? മാക്കിനെ പറ്റിയാണോ ഈ പറയുന്നത്? ഇവൻ കുറച്ച് പാട്ടും പാടി കുറച്ച് വ്യൂസും കിട്ടി ഇവന്റെ. മറ്റേ തൊപ്പിയിൽ അത് വെച്ചിട്ട് കുറച്ച് വ്യൂസും കിട്ടി. ഇവൻ ഗ്യാങ്ങും ആയപ്പോ ഇവന്റെ ഗുണം മാറി. ഓ, മാക്കിനെ പറ്റിയ ഇവൻ കുറച്ച് പാട്ടും പാടി കുറച്ച് വ്യൂസും കിട്ടി ഇവന്റെ. മറ്റേ തൊപ്പിയിൽ അത് വെച്ചിട്ട് കുറച്ച് വ്യൂസും കിട്ടി. ഇവൻ ഗ്യാങ്ങും ആയപ്പോ ഇവന്റെ ഗുണം മാറി. ഇവൻ ആദ്യം വന്നപ്പോ എടാ ഓന്റെ വേ ഓഫ് കൈൻഡ് ഓഫ് RP അത് നിങ്ങളൊക്കെ ബോധേഡ് ചെയ്യേണ്ട ആവശ്യം എന്തിനാ? അല്ല, ഈ ഗുണ്ണത് പറയുന്നതിന് ഞാനും ഇത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞ സോറി, ആ ഗുണ്ണാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതി പറഞ്ഞല്ല. എന്നാലും ഇവരൊക്കെ ഫെയിം ഫാമിങ്ങോ എന്ത് എനിക്കറിയില്ല. അല്ലാതെ ഇതൊക്കെ ആരാത് പോലും എനിക്കറിയില്ല. ഇത് ആരാണ്? ഇതൊക്കെ എന്താണ്? സിറ്റിസൺ ആണോ അത്? അതോ ഗ്യാങ് ആണോ? ഇതാരാ? ജാക്സ്പാരോ? ഇതാ മറ്റേ ജാക്സ്പാരോ? ഒരു ദിവസം വണ്ടി കൊണ്ട് ഇവനെ തപ്പി ഇറങ്ങിയ ഒരു ജാക്സ്പാരോന്റെ പേരിലല്ലേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്? ക്ലബ്ബ് MLB. ഓ, മിഞ്ഞാന്ന് ഉസ്മാനും വരും കത്തിച്ച ബിലാൽ കത്തിച്ചൊക്കെ ആ ടീമാണത്? ആ ടീമാണോ ചാറ്റ്? യെസ്. അത് ശരി. ഇവര് എന്താക്കുന്ന പറഞ്ഞ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവര് MLB നിന്നിട്ടാണോ അല്ലെങ്കിൽ ഇവര് ക്ലബിൽ നിന്നിട്ടാണോ ഇത്ര ഗ്യാങ്? എന്തായാലും മോനെ, ലോയാലിറ്റി പോയിന്റ് കുറഞ്ഞാലും ഇനി ഗ്യാങ്ങിൻ്റെ എന്തെങ്കിലും ഒരു മോണിറ്ററിങ് പീരീഡ് കൊണ്ട് എന്തെങ്കിലും ഒരു FRP സെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ആയി പോയാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ സിറ്റി വരും. അപ്പം നമ്മളിത് വരുന്ന അറിഞ്ഞുകൊണ്ട് നമ്മൾ ഗ്യാങ് ആവാൻ പോവാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് മൂട്ടക്കടിയാണ് ഉള്ളതെന്ന് എനിക്ക് അറിയണില്ല. എന്താണ് ഇവനൊക്കെ പണ്ണടാ ശരിക്കും സത്യം പറഞ്ഞത്. ഇവൻ കുറച്ച് പാട്ടും പാടി കുറച്ച് വ്യൂസും കിട്ടി ഇവന്റെ. മറ്റേ തൊപ്പിയിൽ അത് വെച്ചിട്ട് കുറച്ച് വ്യൂസും കിട്ടി. ഇവൻ ഗ്യാങ്ങും ആയപ്പോ ഓക്കെ, ഓൻ അതേലും ഉണ്ട്. ആക്കെ എന്താ ഉള്ളത്? ഇവൻ ഏതാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഡൂഡ് സാറാണത്? ഇതാണോ ഡൂഡ് സാറ്? പോടാ, ഇത് ഡൂഡ് സാറാവില്ല, അത് ജാക്സ്പാരോ ആണത്. ഇത് ജാക്സ്പാരോ ആണ് തോന്നുന്നുണ്ട്. ഓന്റെ ഇൻസ്റ്റാഗ്രാം ID എല്ലാം ഇവൻ ആദ്യം വന്നപ്പോ ഇവിടെ എങ്ങനെയായിരുന്നു? ജസ്റ്റ് പാട്ട് പാടി എല്ലാരെയും മാറ്റി. അതിനപ്പുറം ഇവ ഒരു മൈരുമല്ല. ഇപ്പോഴാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഈ MRC എന്നുള്ള ടാഗ് മുന്നേ കിട്ടിയതിന്റെ കുറെ കഴപ്പ് കുറെ എണ്ണത്തിനുണ്ട്. അതുണ്ട്, അത് നല്ല മനസ്സിലാകുന്നുണ്ട്. ഇവന്മാർക്ക് ഇത് ഇങ്ങനത്തെ കുറെ കയപ്പുണ്ട്, മനസ്സിലായോ? ഇവനെ പോലെ കുറെ ആൾക്കാർക്ക് MRC എന്നുള്ളതിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തോണ്ടി ചൊറിഞ്ഞ് എന്തെങ്കിലും കാട്ടിയിട്ട് ഇതേമാതിരി കുറച്ച് റിയാക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്താന്ന് എനിക്ക് അറിയുന്നില്ല. ഞാനത് പറഞ്ഞ മാക്ക് പണ്ട് ഈ കൂടെ MRC ഉള്ളതായിരുന്നില്ലേ? നമ്മളെ ചെറിയ ആൾക്കാരൊക്കെ അടിച്ചിട്ടാണ് അവന്മാർ ഉണ്ടാക്കുന്നത്. ഇവൻ കുറച്ച് പാട്ടും പാടി കുറച്ച് വ്യൂസും കിട്ടി ഇവന്റെ. മറ്റേ ഞാൻ നിസ്സാര ഒരു കാര്യം പറയാം. MLB ഇതിന്റെ അകത്ത് കയറിയിട്ട് ഇതിന്റെ അകത്ത് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്ത് നിങ്ങളെല്ലാരും വന്നിട്ട് നമ്മൾ എത്ര അടി കൊണ്ടുവന്നു? ഒരു അടി നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ വന്നതിന് ശേഷമാണ് MRS ഇട്ട് കാര്യം. കുറെ മാസം കഴിഞ്ഞു. ഈ ഇടയ്ക്ക് ഒരു മാസം ആവുമോ MRS ഇട്ട്? ഒരു മാസം ആയില്ലടാ. അവൻ എത്ര അടിയുണ്ട്? എടാ മോനെ, നമ്മൾ അടി കൊള്ളും ചെയ്യും, അടി കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾ ഗ്യാങ് അല്ല, ഞങ്ങൾ മോണിറ്ററിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് ആരടിച്ചിട്ട് പോയാലും FRP കിട്ടാതെ മാക്സിമം ഒഴിവാക്കി പോകാൻ വേണ്ടിയാണ്ട് നമ്മളെ പിള്ളേരോട് ഫൈറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയതാ. അല്ലാതെ നമ്മളെ പിള്ളേർക്ക് ഈ സാധനം
അവൻ്റെ കയ്യിലുള്ളതും കണ്ണാന്ന്, നമ്മളെ കയ്യിലുള്ളതും കണ്ണാന്ന്. ഇതിന്ന് പോണതും ഫയറാണ്, ഓൻ്റെ നിന്ന് വരുന്നതും ഫയറാണ്. ആരടിച്ചാലും ബുക്കും, മനസ്സിലായോ? നമ്മൾ ഗ്യാങ്ങാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടും അടി പൊട്ടും, അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ അടി പൊട്ടും. ഒരു ക്ലബ്ബ് സിറ്റിയിൽ വന്നു കണ്ട് നീ വലിയ പ്രൗഡായിട്ട് പറയുന്നതാണ്. ഇതിപ്പോ പ്രൗഡായിട്ട് പറയുന്നതാണ് കേട്ടോ. ഞാൻ നിസ്സാരം ഒരു കാര്യം പറയാം. MLB ഇതിന്റെ അകത്ത് കയറിയിട്ട് ഇതിന്റെ അകത്ത് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്ത് നിങ്ങളെല്ലാരും വന്നിട്ട് നമ്മൾ എത്ര അടി കൊണ്ടുവന്നു? ഒരു ക്ലബ്ബ് രജിസ്റ്റർ ചെയ്തിട്ട് എത്ര അടി കൊണ്ട്? ഒരു ക്ലബ്ബ് അടി കൊള്ളലുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കറിയില്ല ക്ലബ്ബ് ഇതിനു മുമ്പ് അടി കൊണ്ടുക്കണമെന്നുള്ളത്. ആദ്യമായിട്ട് ഒരു ക്ലബ്ബ് അടി കൊണ്ടുക്കണെന്ന് ഓൻ പ്രൗഡായിട്ടാണ് പറയുന്നത്, മനസ്സിലായോ? ഓൻ ഗ്യാങ്ങിൽ നിന്നിട്ട് പറയുന്ന പോലെയാണ്, ഓൻ്റെ പ്രൗഡ് മൊമെൻ്റാണത്. വേസ്റ്റ്, മനസ്സിലായോ? ഒരു ഗ്യാങ് തമ്മിൽ ഫൈറ്റ് എടുത്തുകൊണ്ട് അടി കിട്ടുക അല്ലെങ്കിൽ അടി പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ. ഇതെന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവരൊന്നും ഇതിൽ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇത് പുറത്തേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇവരൊക്കെ സിറ്റിക്കകത്ത് കൊടുക്കേണ്ടതാണെന്നൊക്കെ. പറ്റുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയോ? ഡെയിലി പോയാണ്ട് ഇങ്ങനെ വള്ളി പിടിക്കുക. ഇവനൊക്കെ ചടക്കണം. ഞാൻ പറയില്ല, മുമ്പ് ഏതോ ഒരു ഇതില്ല ലൈവിൽ ഞാൻ പറഞ്ഞതേ മാതിരി ഇവനൊക്കെ വെറുത്തിട്ട് ഇറങ്ങി പോണതിന്ന് ഗെയിമിൽ നിന്ന്. ഡെയിലി തല്ലുകൊള്ളി ആവണം. ഇവനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടടാ, ക്ലബിന് ലിമിറ്റേഷൻസ് ഉണ്ട് സിറ്റീസണായി നിൽക്കുന്നതിൽ. RP കയറാം. അള്ളാണേ ഇത് എന്തത്ര സ്പാമിങ്.